Hello, welcome to iPlus Training Solutions. So, set ഹിന്ദിയുടെ 2025 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് എല്ലാവരെയും once again വെൽക്കം ചെയ്യാണ്. സോ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മളൊരു 20 ക്വസ്റ്റ്യൻസോളം ചെയ്തു, അതിന്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ നമ്മൾ നോക്കിയതാണ്. സോ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, സോ ഇതിൽ വരുന്നത് 11th ക്വസ്റ്റ്യൻ ആണ്. तीन आंखों वाली मछली नाटक के रचनाकार है. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ഇവിടെ തന്നെ കൺഫ്യൂസ് ചെയ്യിക്കാത്ത ഒരു ചോദ്യമാണ്. തീൻ ആംഖോം വാലി മച്ചിലി എന്ന് പറയുന്ന നാടകത്തിന്റെ രചനാക്കാർ ആരാണ്? ജഗദീഷ് ചന്ദ്ര മഥൂർ, ഉപേന്ദ്രനാഥ് അഷ്ക്, ലക്ഷ്മി നാരായൺ ലാൽ, വിഷ്ണു പ്രഭാകർ. ഓക്കെ, നാടക കാ ഉദ്ഭവ് ഓർ വികാസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ്. ഓരോ കാലഘട്ടങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഓരോ ലേഖകളെയും പറ്റി, രചനക്കാരെ പറ്റിയും പറഞ്ഞിട്ട് അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാടകങ്ങൾ. സോ നോക്കാം, ആൻസർ കിട്ടിക്കാണെന്ന് വിചാരിക്കുകയാണ്. ലക്ഷ്മി നാരായൺ ലാൽ അല്ലെ, ലക്ഷ്മി നാരായൺ ലാലിന്റെ ആണ് തീൻ ആംഖോം വാലി മച്ചിലി. സോ അതുമായി ബന്ധപ്പെട്ട ഒന്നോട് ഫാക്ട്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നാടകക്കാർ ഡോക്ടർ ലക്ഷ്മി നാരായൺ ലാൽ അല്ലെ, രചനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പ്രമുഖ രചനായും അദ്ദേഹത്തിന്റെ മറ്റു നാടകങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. തീൻ ആംഖോം വാലി മച്ചിലി 1916 ഇയർ ഓർത്തു വെക്കാം, ചോദിക്കാറുണ്ട്. അന്ധാക്വ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു നാടകമാണ് അന്ധാക്വ. മാതാ ക്യാക്ടസ് എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിച്ചിട്ടുള്ളതാണ് മുൻപൊക്കെ. ദർപ്പൺ, മിസ്റ്റർ അഭിമന്യു, രാത്രാണി, രക്തകമൽ, സൂര്യമുഖ് ആദി. ഇപ്പൊ നമുക്കൊരു ഡയറക്റ്റ് ആയിട്ടൊരു ചോദ്യമാണ് തന്നത്, ഇതിന്റെ രചനാക്കാർ ആരാണ്? ചില സമയത്ത് എങ്ങനെയാ ക്വസ്റ്റ്യൻ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാടകങ്ങൾ തന്നിട്ട് ഇതിൽ ലക്ഷ്മി നാരായൺ ലാലിന്റെ നാടകം അല്ലാത്തത് ഏതാണ് തിരിച്ചും ചോദിക്കാം. ഇതെല്ലാം നമ്മൾ പഠിച്ചു വെച്ചാലാണ് നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം തീൻ ആംഖോം വാലി മച്ചിലി, അന്ധാക്വ, മാതാ ക്യാക്ടസ്, ദർപ്പൺ, മിസ്റ്റർ അഭിമന്യു, രാത്രാണി, രക്തകമൽ, സൂര്യമുഖ് ആദി. योगदान, हिंदी के प्रमुख नाटककार, एकांकीकार और समीक्षक थे. അദ്ദേഹം ഹിന്ദിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നാടകക്കാർ, ഏകാംഗീകാർ എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്, ഒരു സമീക്ഷകൻ കൂടെയാണ്. ഓക്കെ, ലക്ഷ്മി നാരായൺ ലാലും ലക്ഷ്മി നാരായൺ മിശ്രും ഉണ്ട്, മാറിപ്പോവരുത് കേട്ടോ രണ്ടുപേരെ. അപ്പൊ ഓപ്ഷനിൽ അങ്ങനെ ഒരു കൺഫ്യൂസിങ് ഇല്ലാത്തത് കൊണ്ട് ഇറ്റ്സ് ഡയറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ചന്ദ്രധർ शर्मा गुलेरी की पहली कहानी सुखमय जीवन किस पत्रिका में सर्वप्रथम छपी थी? ഓക്കെ, അപ്പം ഈ ചന്ദ്രധർ ശർമ്മ ഗുലേരി എന്ന് പറയുന്ന ലേഖക കഹാനികർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹത്തിന്റെ കഹാനികൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇവയിൽ ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കഹാനി അല്ലാത്തത്, ആ രീതിയിൽ ചോദ്യം വരാറുണ്ട്. അദ്ദേഹത്തിന്റെ പെഹലി കഹാനി ഏതാണെന്നും ചോദിച്ചിട്ടുണ്ട്, അത് സുഖമായി ജീവനാണ്. ഇവിടെ അത് തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കഹാനി ആയിട്ടുള്ള സുഖമായി ജീവൻ ഏത് പത്രികയിലാണ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത്, ചപ്പീതി അല്ലെ പ്രിന്റ് ചെയ്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സമാലോചക്, ഭാരത് മിത്ര, റൂപാബ്, സരസ്വതി. നാലും നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള പത്രികകൾ തന്നെയാണ് അല്ലെ. പത്രികകൾ പഠിക്കുന്ന സമയത്ത് ഇതിന്റെയൊക്കെ പ്രകാശന വർഷം അത് എവിടെ നിന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏതിലായിരുന്നു സുഖമയി ജീവൻ എന്ന് പറയുന്ന എന്ന് പറയുന്ന കഹാനി പബ്ലിഷ് ചെയ്തത്? നോക്കാം, ഉത്തരത്തിലേക്ക് പോകാം. ഭാരത് മിത്ര ആണ് കേട്ടോ, ഭാരത് മിത്ര. നമ്മളിതിങ്ങനെ ഒരു കണക്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, ഭാരതത്തിലെ മിത്രങ്ങൾക്ക് ഭയങ്കര സുഖമായിരിക്കും, നല്ല സുഖമായിട്ടുള്ള ജീവനായിരിക്കും എന്നുള്ള രീതിയിൽ അല്ലെ. ഓക്കെ, അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ അധികം കഥകളും അതുപോലെ ഉപന്യാസങ്ങളൊക്കെ പബ്ലിഷ് ചെയ്ത പത്രികകൾ ചോദിക്കാറുണ്ട് കേട്ടോ. സോ ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. चंद्रधर शर्मा गुलेरी की पहली कहानी सुखमय जीवन सर्वप्रथम भारत मित्र नामक पत्रिका में 1911 ईस्वी या 1910 में प्रकाशित हुई थी. അപ്പം ക്വസ്റ്റ്യനിൽ 1911 ആണ് കാണുന്നതെങ്കിൽ അതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇൻ കേസ് അത് തരാതെ 1910 ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ. और उनके सबसे प्रसिद्ध कहानी उसने कहा था, മറ്റൊരു ഇമ്പോർട്ടന്റ് കഹാനിയാണ് അദ്ദേഹത്തിന്റെ. അപ്പം ചന്ദ്രധർ ശർമ്മ ഗുലേരിയുടെ ആദ്യത്തെ കഹാനി ഏതാണ്? സുഖമയി ജീവനാണ്. അത് ഭാരത് മിത്രയിൽ 1911 പ്രകാശിതമാവുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ മറ്റൊരു ചർച്ചിത അല്ലെങ്കിൽ പ്രസിദ്ധമായിട്ടുള്ള കഹാനിയാണ് ഉസ്നെ കഹാദ. അതും ചോദിക്കാറുണ്ട്. അതിലെ ക്യാരക്ടേഴ്സ് അല്ലെ, സുബേദാർ സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പം അത് സരസ്വതി പത്രികാമയും, അത് ഏത് വർഷമാണ്? 1915 സരസ്വതി പത്രികയിൽ. കൺഫ്യൂസ്ഡ് ആവരുത്, ഭാരത് മിത്രും
സരസ്വതിയുമായിട്ട് കേട്ടോ. 1915 അത് പ്രിന്റഡ് ആവുന്നത്. മീം ഷബീദി ജബ്കി ഉൻകി ഏക് ഓർ കഹാനി ബുദ്ധ കാ കാണ്ട ഭി ഇസി ദൗറാൻ പ്രകാശിത് ഹുയി. ഏകദേശം ആ ഒരു പീരീഡ് തന്നെയാണ് ബുദ്ധ കാ കാണ്ടയും എന്ത് ചെയ്യുന്നത്, പ്രകാശിതാവുന്നത്. ഗുലേരി ജീനെ ബഹുത് കം കഹാനിയാം ലിഖി. അദ്ദേഹം വളരെ കുറച്ച് കഹാനികളെ എഴുതിയിട്ടുള്ളൂ. ലേക്കിൻ സുഖമായി ജീവൻ, बुद्ध का खंडा और उसने कहा था 1950 में सरस्वती में प्रकाशित. उसने कहा था ऑलरेडी പറഞ്ഞു. जिसे कालजयी रचनाएं देकर ഹിന്ദി സാഹിത്യം അമർ ഹോ ഗയി. അല്ലെ, വളരെ കുറച്ച് കഹാനികൾ മാത്രമേ എഴുതിയിട്ടുള്ളെങ്കിലും എഴുതിയതൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള കഹാനികളായിരുന്നു. ഹിന്ദി സാഹിത്യത്തിലേക്കുള്ള ഒരു അമർ അല്ലെ, ഹിന്ദി സാഹിത്യത്തിലെ അമറായിട്ട് നിൽക്കുക. അമറായി നിൽക്കുന്ന എപ്പോഴും ഇങ്ങനെ ഭയങ്കര അല്ലെ ലെജൻഡറി ആയിട്ട് അല്ലെങ്കിൽ മരണമില്ലാതെ നിൽക്കുന്ന കഥകളായിരുന്നു ഇതെല്ലാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഗുലേരിജി കഹാനികാരിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് കഥകളേ ഉള്ളൂ, വൃത്തിയായിട്ടത് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. बिहारी सत्सई की लोकप्रियता देखकर किस विद्वान ने कहा था कि उसने समकक्षी यूरोप में कोई रचना नहीं है. ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, കോയി രചന. അപ്പൊ ഇതൊരു കഥനാണ് അല്ലെ, കഥനാണ്. നമ്മുടെ ബിഹാരി സത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥനാണ്. പറയുന്നത് എന്താണ്, അതിന്റെ ലോകപ്രിയത കണ്ടിട്ട് ഏത് വിദ്വാനാണ് പറഞ്ഞത് ഉസ്കെ സമകക്ഷി യൂറോപ്പ് മീൻ കൊയി രചന നഹി ഹെ. അപ്പൊ തന്നെ നമുക്ക് അറിയാം ഒരു യൂറോപ്യൻ അല്ലെങ്കിൽ ഒരു അല്ലെ ഇംഗ്ലീഷുകാരനാണ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം എന്താ പറയാ, യൂറോപ്പില് ബിഹാരി സത്സയിനെ കമ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ അതിന് ഈക്വൽ ആയിട്ട് നിൽക്കുന്ന മറ്റൊരു രചനയില്ല എന്ന് ആരാണ് പറഞ്ഞത്? ജോൺ ഗിൽക്രൈസ്റ്റ്, ഡോക്ടർ ഗ്രിഗേഴ്സൺ, പിക്കാർട്ട്, കാമിൽ ബുൾക്കെ. ഇങ്ങനെയുള്ള യൂറോപ്യൻസ് പറഞ്ഞിട്ടുള്ള കുറച്ച് കഥ. അതുപോലെ തന്നെ നമ്മുടെ അനുവാദിന്റെ കേസസിലൊക്കെ കുറേയധികം കഥന വരുന്നുണ്ട്. അതൊക്കെ നമ്മളൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കണം കേട്ടോ. ചാൻസ് ക്വസ്റ്റ്യൻ ഉള്ളതാണ്, ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ. അതുപോലെ നമ്മുടെ ശുക്ലജിയും ഒക്കെ പറഞ്ഞിട്ടുള്ള കഥനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതൊന്ന് നോക്കാം ആൻസർ ഏതാണ് വരുന്നതെന്ന്. Of course, the option B, ഗ്രിഗേഴ്സൺ ആണല്ലേ. ജോർജ് ഗ്രിഗേഴ്സന്റെ മായി ബന്ധപ്പെട്ട കുറെ അധികം ഫാക്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ജോർജ് ഗ്രിഗേഴ്സൺ അല്ലെ. നമ്മുടെ ഹിന്ദി സാഹിത്യത്തിലെ ഇതിഹാസ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പൊ ആൻസർ വരുന്നത് ഡോക്ടർ ഗ്രിഗേഴ്സൺ, ജോർജ് ഗ്രിഗേഴ്സൺ. ക്ലിയർ അല്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു. നെക്സ്റ്റ് വൺ. ഓക്കെ, അതൊരു കഥനുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. യൂറോപ്യ മഹാദ്വീപ് മേ ബിഹാരി സത്സൈക്ക് സമക്ഷ് കോയി രചന നഹി ഹെ. അതാണ് കഥൻ. സന്ദർഭം ഏത് സിറ്റുവേഷനിലാണ് അത് പറയുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. യഹ കഥൻ ബിഹാരി के मुक्त काव्य की उत्कृष्टता, उनके शिल्प कौशल और भावों की गहराई को उजागर करता है, जिसके कारण यह विश्व साहित्य में भी അദ്വിതീയ മാനി ജാതി ഹെ. അപ്പൊ ഈ കഥന അദ്ദേഹം പറയാനുണ്ടായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ബിഹാരിയുടെ മുക്തകാവ്യങ്ങളുടെ ഉത്കൃഷ്ടത കാണിക്കാനും അതിന്റെ ഒരു ശില്പകൗശലും ഭാവങ്ങളുടെ ആ ഒരു ഡീപ്നെസ്സും ഇതൊക്കെ ഒന്ന് ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. ഈ ഒരു റീസൺ കൊണ്ട് തന്നെ വേൾഡ് സാഹിത്യത്തിൽ തന്നെ അതിനൊരു അദ്വിതീയമായിട്ടുള്ള അല്ലെ മാറ്റിവെക്കാനാവാത്ത ഒരു ഇമ്പോർട്ടൻസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു കഥൻ ഓർത്ത് വെക്കുക കേട്ടോ. കുറച്ചധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കഥനാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. गोदान उपन्यास में पूंजीपदियों का प्रतिनिधित्व करने वाला पात्र. വളരെ വളരെ അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ട ഒരു രചനയാണ് ഗോദാൻ. ആരുടെയാണ് ഗോദാൻ? പ്രേംചന്ദിന്റെ ആണ് അല്ലെ. പ്രേംചന്ദിന്റെ കുറച്ചധികം ഉപന്യാസങ്ങളുണ്ട്. രംഗഭൂമി, കർമ്മഭൂമി, അങ്കൽ സൂത്ര അല്ലെ. അങ്ങനെ അദ്ദേഹത്തിന്റെ ആദ്യത്തേത്, അവസാനത്തേത് എന്ന് പറഞ്ഞ് നമ്മൾ കുറെ ഉപന്യാസങ്ങളും അതിന്റെ വർഷങ്ങളും ഓർഡറൊക്കെ ചോദിക്കാറുണ്ട്. ഏത് വർഷം അല്ലെ ഓർഡറിനനുസരിച്ച് കാല രചനയ്ക്ക് അനുസരിച്ച് അതിനെ ഓർഡർ ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഗോദാൻ എന്ന് പറയുന്ന ഉപന്യാസത്തില് ക്യാരക്ടേഴ്സ്, ആ ഒരു ഉപന്യാസിലെ ക്യാരക്ടേഴ്സിന്റെ ഒരു മായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇവിടെ പൂഞ്ചിപതിയും കാ പ്രതിനിധിത്വ കർണേ വാല പാത്ര ആരാണ്? ഹോരി, ഗോബർ, ധനിയ, ഖന്ന. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഗോദാനുമായി റിപ്പീറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രേംചന്ദുമായി റിലേറ്റ് ചെയ്ത 2 ക്വസ്റ്റ്യൻ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട് കേട്ടോ. അപ്പം നോക്കാം. ഓപ്ഷൻ ഡി ഖന്ന അല്ലെ. ഖന്ന. ഹോരിയും ധനിയൊന്നും അല്ല, ഗോബറും അല്ല, ധന്യാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, ഗോദാൻ ഉപന്യാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഒന്ന് പറയാണ്. गोदान उपन्यास में पूंजीपदियों
मिल मालिक का प्रतिनिधित्व करने वाला मुख्य पात्र है खन्ना. നമ്മുടെ ചോദ്യത്തിലുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ. जो मजदूरों का शोषण करता है അല്ലെ, അവിടെ വർക്കേഴ്സിനെയൊക്കെ ശോഷണം ചെയ്യുന്നു. और पूंजीवादी व्यवस्था का प्रतीक है, जबकि ग्रामीण स्तर पर जमींदार, राय साहब और महाजन, पंडित, दानाधीन भी शोषण का हिस्सा है. दाताधीन ഇവർക്ക് അതിലുള്ള ക്യാരക്ടേഴ്സ് ആണ്. लेकिन खन्ना शहरी उद्योगपति वर्ग को दर्शाता है. गोदान का मूल कथा बेशक होरी ധനിയ അല്ലെ, ഇത് ചോദിക്കാറുണ്ട്. ഇതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? മെയിൻ ക്യാരക്ടേഴ്സ് ഹോരി ധനിയാണ്. കെ സംഘർഷ് ഓർ പീഠാവും കീഹി, അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ സംഘർഷങ്ങൾ ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു കഥ, അതിന്റെ കഥാവസ്തു. परंतु इस मूल कथा के साथ साथ उन्होंने अनेक अवान्तर कथाओं और प्रकरणों को भी सृष्टि की है, जिनमें नौहरी, जुनिया, सिलिया, चुहिया, मालती, गोवंती आदि अनेक नारी चरित्र हमारे सामने आते हैं. ബേസിക്കലി ഹോരി ധനിയെ പറ്റിയിട്ടാണ് പറയുന്നത്. കഥ കൃഷക് ജീവന്റെ അല്ലെ പ്രശ്നങ്ങളൊക്കെയാണ്. അതിൽ കൂടാതെ കുറെ അധികം നാരി പാത്രങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അവരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ, മെൻഷൻസ് ഉണ്ട്. സോ ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ മാത്രമല്ല, അതായത് പ്രേംചന്ദിന്റെ മാത്രമല്ല, ബേസിക് ആയിട്ടുള്ള വളരെ കോമൺ ആയിട്ട് ചോദിക്കാവുന്ന എല്ലാ നാടകങ്ങളും അതുപോലെ ഉപന്യാസമാണെങ്കിലും കഹാനിയാണെങ്കിലും ക്യാരക്ടേഴ്സിനെയും കൂടി ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം, വൃത്തിയായിട്ട് നോക്കി വെക്കണം കേട്ടോ. ആ രീതിയിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹിന്ദി സാഹിത്യ സമ്മേളൻ കാ പ്രഥം അധിനിവേശ് കഹാം സമ്പന്ന ഹുവ. again ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹിന്ദി സാഹിത്യ സമ്മേളൻ കുറെ വർഷങ്ങൾ ഇങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പം ഓരോ വർഷങ്ങളിലും എവിടെയാണ് നടന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതൊട്ടും തന്നെ കൺഫ്യൂസ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ് അല്ലെ. പ്രഥം ഹിന്ദി സാഹിത്യ സമ്മേളൻ അത് എവിടെയാണ് നടന്നത്? കൽക്കത്ത മീം, ലക്നൗ മീം, കാശി മീം, വർധ മീം. കാശിയിലാണോ, കൽക്കത്തയിലാണോ, ലക്നൌവിലാണോ, വർധയിലാണോ നടന്നതെന്നാണ് ചോദ്യം. എന്താണ് ആൻസർ? ഓപ്ഷൻ സി അല്ലെ, കാശി മീം. കാശിയിലാണ് പെഹല ഹിന്ദി സാഹിത്യ സമ്മേളൻ, പ്രഥം അധിനിവേശ് നടന്നത്. സോ അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ അല്ലെ. ഹിന്ദി സാഹിത്യ സമ്മേളൻ കാ പ്രഥം അധിനിവേശ് വർഷവും കൂടെ നമ്മൾ നോക്കി വെക്കണം. 10 ഒക്ടോബർ 1910. ഈ ഒരു വർഷം നമ്മൾ കുറച്ച് മുൻപും കൂടി പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരേപോലെ വരുന്ന വർഷങ്ങളൊക്കെ എങ്ങനെയെങ്കിലും നമുക്ക് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡേറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ഓർമ്മ വരും. അപ്പൊ ഏതിന്റെ കേസിലായിരുന്നു അത് പറഞ്ഞത്? ആ കഹാനി അല്ലെ, ചന്ദ്രധർ ശർമ്മ ഗുലേരിയുടെ കഹാനി പറഞ്ഞ സമയത്തായിരുന്നു പറഞ്ഞത്. വാരണാസി കുറച്ചും സ്പെസിഫിക് ആയിട്ടാണെങ്കിൽ വാരണാസിയിലാണ്. കാശി എന്നാണ് നമ്മുടെ ഓപ്ഷൻസിലുള്ളത്. സോ കാശി. മേം പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയ की അധ്യക്ഷത മേം സമ്പന്ന हुआ है, അതും ചോദിക്കാറുള്ളതാണ്. ആരായിരുന്നു അധ്യക്ഷത? मदन मोहन मालवीय आയിരുന്നു. जहां इसके गठन का निश्चय किया गया और यह सम्मेलन आयोजित हुआ, जिसका उद्देश्य हिंदी भाषा और देवनागरी लिपि का प्रचार प्रसार करना था. അല്ലെ, എന്തിനു വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഇങ്ങനെ ഒരു സമ്മേളനം, ഹിന്ദി സാഹിത്യ സമ്മേളനം ആദ്യമായിട്ട് ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ, ഹിന്ദി ഭാഷയുടെയും ദേവനാഗരി ലിപിയുടെയും പ്രചാർ പ്രസാറിന് വേണ്ടിയിട്ട് 1910 ഒക്ടോബർ 10 എന്ത് ചെയ്തു? വാരണാസി അഥവാ കാശിയിൽ വെച്ച ഹിന്ദി സാഹിത്യ സമ്മേളനന്റെ അധ്യക്ഷത മദൻ മോഹൻ മാളവിയുടെ അധ്യക്ഷതയിൽ ചെയ്തു. അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. പ്രഥം സമ്മേളൻ की അധ്യക്ഷത മഹാത്മാ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയനെ ഓൾറെഡി പറഞ്ഞത് തന്നെ അല്ലെ. അപ്പം ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് ഹിന്ദി സാഹിത്യ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുക. പിന്നെ നാഗ്പൂരിൽ ഏത് വർഷമാണ് നടന്നത് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ക്ലിയർ അല്ലേ? സോ അടുത്തൊരു ചോദ്യം. इनमें कौन सी कहानी वृद्ध विमर्श से संबंधित नहीं है? ഓക്കെ, ശ്രദ്ധിക്കൂ, ക്വസ്റ്റ്യൻ അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ടതാണ്. ഈ ഒരു വാക്ക് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ഒരു വാക്കാണ് കേട്ടോ. നഹി. ഇൻമേം कौन सी कहानी वृद्ध विमर्श से संबंधित नहीं है എന്നാണ് ചോദ്യം. വൃദ്ധ വിമർശം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഓൾഡ് ഏജുമായി ബന്ധപ്പെട്ട. അതല്ലാത്തത് ഇതിലേതാണ്? പെട്ടെന്ന് നമ്മൾ ഈ വൃദ്ധ വിമർശ കാണുമ്പോൾ തന്നെ നമുക്ക് വാപ്പസിയൊക്കെ ടിക്ക് ചെയ്യാനായിട്ടൊരു ടെംപ്ടേഷൻ ഉണ്ടാവും. ഓപ്ഷൻ എ വാപ്പസി, अब तो शाम हो गई, खेल, चीफ की दावत. ഓക്കെ, ചീഫ് की दावत ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ചീഫ് की दावत ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഥകളാണ് അല്ലെ, കഹാനിയുമായി ബന്ധപ്പെട്ട ചോദ്യം. ഓഫ് കോഴ്സ് ഖേലാണ്. വാപ്പസി, ചീഫ് की दावत ഒക്കെ നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അബ് തോ ശ്യാം ഹോ ഗയും വൃദ്ധ വിമർശാണ്. ഖേൽ ആണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വൃദ്ധ വിമർശ സെ സംബന്ധിत നഹീ ഹേ ഖേൽ.
സോ നമ്മുടെ ആൻസർ വരുന്ന ഖേൽ കഹാനി എന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ ഇമ്പോർട്ടന്റ് ഫാക്ടുകളൊക്കെ നോക്കാം. ഖേൽ കഹാനി जैनेन्द्र कुमार की प्रसिद्ध कहानी खेल वेंडा विंडो है जो बच्चों के खेल और जीवन की क्षण भंगुरता को दर्शाता है अल्ले നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള जो मनोहर और सुरबाला मिट्टी के भाट मिट्टी का खिलौना बनाकर खेलते हैं. രണ്ട് ക്യാരക്ടേഴ്സ് മനോഹറും സുർബാലി ഇവർ രണ്ടുപേരും കുട്ടികൾ എന്ത് ചെയ്യാണ്, മണ്ണിന്റെ ഖിലൗന ടോയ്സ് ഉണ്ടാക്കിയിട്ട് കളിക്കാണ്. ഭാട്ട് എന്ന് പറഞ്ഞാൽ ടോയ്സ് ആണ്. സുർബാല പേര് ഓർത്ത് വെക്കാം. ഓക്കെ, സുർബാലയും മനോഹറും ഇവരൊക്കെ ഇങ്ങനെ ക്യാരക്ടേഴ്സ് ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്, മാച്ച് ചെയ്യാനൊക്കെ ചോദിക്കാം. खेलते हैं, तोड़ते हैं और हंसते हैं. ഉണ്ടാക്കുന്നു, പൊട്ടിക്കുന്നു, ചിരിക്കുന്നു, എൻജോയ് ചെയ്യുന്നു. जीवन के नश्वरता का प्रतीक. इसके अलावा खेल शब्द के खेल भावना पर आधारित कहानी जिसे हॉकी खिलाड़ी की कहानी या खेल कूद के माध्यम या करियर बनाने आधुनिक मानसिकता से जुड़ी कहानी को भी संदर्भ पर कहा जाता है. നമ്മുടെ കളിയുമായി ബന്ധപ്പെട്ട ചൈൽഡ്ഹുഡിന്റെ ഒരു ഇന്നസെൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കഹാനിയാണ് ഖേൽ. ജൈനേന്ദ്ര കുമാറിന്റെ കഹാനിയാണെന്ന് കൂടി ഓർത്ത് വെക്കുക കേട്ടോ. സോ ബാക്കിയെല്ലാം ഋതുജീവനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ക്ലിയർ അല്ലേ? 17ാമത്തെ ഒരു ചോദ്യം ഗെയിൻ കഹാനിയുമായി ബന്ധപ്പെട്ട അല്ലെ, രണ്ട് ചോദ്യമായി. ദുഖ്വാ മീം കാസോ കഹോ മോരി സജനി കിസ്കി കഹാനി ഹെ? സുദർശൻ, ഇൻഷാ അല്ലാ ഖാൻ, ചതുർശേൻ ശാസ്ത്രി, പാണ്ഡി ബേച്ചൻ ശർമ്മ, ഉഗ്ര. ഒരു ഡയറക്റ്റ് ചോദ്യമാണ്. ദുഖ്വാ മീം കാസോ കഹോ മോരി സജനി എന്ന് പറയുന്നത് ആരുടെ കഹാനിയാണ്? ചതുർശേൻ ശാസ്ത്രി. ഓപ്ഷൻ സി ചതുർശേൻ ശാസ്ത്രിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കഹാനി തന്നെയാണ് കേട്ടോ. സോ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് നോക്കാം. ദുഖ്വാ മീം കാസോ കഹോ മോരി സജനി प्रसिद्ध हिंदी लेखक आचार्य चतुर्सेन शास्त्री के द्वारा लिखी गई एक मार्मिक और लोकप्रिय कहानी है जो एक राजकुमारी और उसके सेवक के बीच में प्रेम भाव का अंतर्द्वंद्व को दर्शाता है. ഒരു രാജകുമാരിയും അദ്ദേഹത്തിന്റെ സേവകനും തമ്മിലുള്ള സ്നേഹവുമായി ബന്ധപ്പെട്ട പ്രേമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡ്യുവാലിറ്റി അല്ലെ, അതിനെയാണ് കാണിക്കുന്നത്. ജഹാം ഏക് നൗകറാനി സജ്നി ക്യാരക്ടേഴ്സ് ഒക്കെ നോക്കി വെക്കാം. अपनी राजकुमारी की पीड़ा को समझती है और उससे उसके दुख का कारण पूछती है. അപ്പൊ കഥയില് അവരുടെ നൗകരാനി വേലക്കാരി ആയിട്ടുള്ള ലേഡിക്ക് മനസ്സിലാവാണ് രാജകുമാരിയുടെ ഒരു വിഷമവും, എന്നിട്ട് എന്താണ് അവരുടെ പ്രശ്നം എന്നും ചോദിക്കുമ്പോൾ ലേക്കിൻ രാജകുമാരി അപ്നെ മൻ കി ബാത് കഹ് നഹി പാതി. പക്ഷെ ഒരിക്കലും ഒരു രാജകുമാരിക്ക് ആ ഒരു കാര്യം പറയാനായിട്ട് പറ്റില്ല, കാരണം തന്റെ സേവകനെ അല്ലെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം. ഈ കഹാനി സംഭവതः 1940-50 के आसपास लिखी गई है. വർഷവും നോട്ട് ചെയ്യുക കേട്ടോ. 1914-15 ഏകദേശം എഴുതിയിട്ടുള്ളത്. जब लेखक ने एक राजकुमारी का इलाज करते हुए इसके जीवन और मनोदशा का अध्ययन किया. അപ്പം ലേഖക് ഒരു രാജകുമാരിയുടെ ഇലാജ് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് അവരുടെ ലൈഫുമായി കുറച്ചുകൂടി നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ആ ഒരു സമയത്ത് എഴുതിയൊരു കഹാനിയാണെന്ന് ഉള്ളതാണ് പറയുന്നത്. ആചാര്യ ചതുർശേൻ ശാസ്ത്രി വർഷം ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ആ ഒരു കോണ്ടെക്സ്റ്റ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കഹാനിയാണല്ലോ. സോ കിട്ടിയില്ല. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. സമ്പ്രദായ കാ നാം ഓർ പ്രവർത്തക കാ നാം സുമേലിത് കീജിയെ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ആൻഡ് ഈസി ടു സ്കോർ അല്ലേ, നമ്മൾ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുന്നതാണ്. 4 സമ്പ്രദായങ്ങളും അതിന്റെ ആചാര്യന്മാരുമാണ്. ധ്വനി സമ്പ്രദായ ആചാര്യ ക്ഷേമേന്ദ്ര, രസ സമ്പ്രദായ ആചാര്യ ആനന്ദവർദ്ധൻ, ഔചിത്യ സമ്പ്രദായ ആചാര്യ വാമൻ, രീതി സമ്പ്രദായ ആചാര്യ ബനതബനി. 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ എ A2, B1, C4, D3. ഓപ്ഷൻ ബി വരുന്നത് A1, B2, C2, D4. ഓപ്ഷൻ സി വരുന്നതും A4, B3, C2, D1. ഓപ്ഷൻ ഡി വന്നിട്ട് A2, B4, C1 and D3. ആരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും അല്ലെ. ഇതിൽ 1-2 നമുക്ക് എന്തായാലും തെറ്റിക്കാതെ എഴുതാൻ പറ്റുന്നത് തന്നെയാണ്. ഒന്ന് കൺഫ്യൂസിങ് ആവുകയാണെങ്കിൽ തന്നെ ബാക്കിയുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യാം. രസസമ്പ്രദായം ആരാണ്? രസസമ്പ്രദായം ഭരതമുനി അല്ലെ. ആ ഒരെണ്ണം നമുക്ക് അറിയുകയാണെങ്കിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ കട്ട് ചെയ്ത് എഴുതാൻ പറ്റും. രസസമ്പ്രദായ ഭരതമുനി ഓപ്ഷൻ ബി 4 വരണം. ഓക്കെ, ഒരൊറ്റ ഓപ്ഷൻ അതിലുള്ളൂ. അങ്ങനെ ഇതാണോ? അല്ല, 1 അല്ല, 2 അല്ല, 3 അല്ല, 4 ആണ്. നോക്കാം, ആൻസർ നോക്കാം.
ഓഫ് കോഴ്സ് ഓപ്ഷൻ 4 ആണ്. ഏറ്റവും അല്ലെങ്കിൽ നമ്മൾ നോക്കിയ രസസമ്പ്രദായ് ഭരതമുനിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് എഴുതാം അല്ലേ. രസസമ്പ്രദായ്. ആദ്യത്തെ നോക്കൂ, ധ്വനി സമ്പ്രദായ്. ആരാണ്? ആനന്ദവർദ്ധനാണ്. ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നു ധ്വനി കേൾക്കുമ്പോൾ നല്ല ആനന്ദം വരും, നല്ല ശബ്ദം കേൾക്കുമ്പോൾ നല്ല ആനന്ദം വരും. ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്തത്. രസസമ്പ്രദായ് ഭരതമുനി. ഔചിത്യ സമ്പ്രദായ് ക്ഷേമേന്ദ്ര അല്ലെ. നല്ല ഔചിത്യമുള്ള ആൾക്കാരെല്ലാവരുടെയും ക്ഷേമം അന്വേഷിക്കും, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇനി രീതി സമ്പ്രദായ ആണെങ്കിലോ, രീതി സമ്പ്രദായ് വാമനാണ്. ബാക്കി ഒരാളാണ് ഉള്ളു. വാമനൻ ഒരു പ്രത്യേക രീതിക്കാരനാണ്, അതുകൊണ്ട് അദ്ദേഹം വാമനൻ അല്ലെ. ആ ഒരു നമ്മുടെ ഒരു മിത്തുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു വാമന മുനിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിരുന്നു പ്രത്യേക രീതിക്കാരനാണ് എന്നൊക്കെ. സോ അങ്ങനെയല്ല പഠിച്ചു വെക്കുകയാണെങ്കിൽ അങ്ങനെ ഇപ്പം ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. सो 19th वन, हिंदू मुस्लिम एकता और सांप्रदायिक सद्भाव को बढ़ावा देने वाला ബേച്ചിൻ ശർമ്മ ഉഗ്ര का ഉപന്യാസ്. ഇങ്ങനെ ഉപന്യാസിൽ നിന്നൊരു ചോദ്യമാണ്. ഹിന്ദു മുസൽമാൻ യൂണിറ്റിയും സാമ്പ്രദായികതയുടെ സദ്ഭാവമൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് പാണ്ഡെ ബേച്ചിൻ ശർമ്മ ഉഗ്രിന്റെ ഉപന്യാസം ഏതാണ് ചോദ്യം. ഷറാബി, ചന്ദ് ഹസീനെ കെ ഖതൂത്ത്, ദില്ലി കാ ദലാൽ, ബധുവ കി ബേട്ടി. കിട്ടിയല്ലോ. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു മറ്റൊരു ചോദ്യമായിരുന്നു അത്. ചന്ദ് ഹസീനോം കെ ഖതൂത്ത്. ഓപ്ഷൻ ബി ചന്ദ് ഖസീനോം കെ ഖതൂത്ത് ആണ് കേട്ടോ. ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. 20ാമത്തെ ചോദ്യം, ഇൻമേം കോൺസി കഹാനി ഉദയപ്രകാശ് की नहीं है. ഉദയപ്രകാശ്, ഇറ്റ്സ് എ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഇതില് ഈ പോൾ ഗോമറ കാ സ്കൂട്ടർ ആരുടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. തിരിച്ച് ഉദയപ്രകാശിന്റെ കഹാനി അല്ലാത്ത ഏതാന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കുറെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പീലി ഛത്രിവാലി ലഡ്കി, ദത്താത്രേയ കാ ദുഃഖ്, ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര, പോൾ ഗോമറ കാ സ്കൂട്ടർ. കോൺസാ നഹി ഹേ, ഇതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നഹി ഹേ. ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര, പോൾ ഗോമറ കാ സ്കൂട്ടർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഹാനിയാണ്, ചോദിച്ചിട്ടുള്ളതാണ്, ആരുടെയാണ് കേട്ടോ. സോ അദ്ദേഹത്തിന്റെ കുറച്ച് ബാക്കി കഥകളെ പറ്റി ഒന്ന് പറയാം. പീലി ഛത്രിവാലി ലഡ്കി ഉദയപ്രകാശ് की प्रसिद्ध कहानी है जो उनके कहानी संग्रह का हिस्सा है. ഒരു പാർട്ട് ഓഫ് അദ്ദേഹത്തിന്റെ കളക്ഷൻ ഓഫ് സ്റ്റോറീസിന്റെ ഒരു പാർട്ടാണ്. അടുത്തത് ദത്താത്രേയ കാ ദുഃഖ്, ഉദയപ്രകാശ് का एक कहानी संग्रह है जो 2002 में प्रकाशित हुई വർഷം. ഇനി പോൾ ഗോമറ കാ സ്കൂട്ടർ, ഇതും ഉദയപ്രകാശിന്റെ ഒരു ചർച്ചിതായിട്ടുള്ള കഹാനിയാണ്, പോൾ ഗോമറ കാ സ്കൂട്ടർ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എല്ലാം തന്നെ. സോ എല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, സോ എല്ലാ ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷൻസും നമ്മൾ കണ്ടു. വളരെ ഈസി ആയിരുന്നു, എല്ലാം തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആ നഹി എന്ന് പറയുന്ന ഒരു വാക്ക് വരുന്നുണ്ടോ എന്ന് മാത്രമാണ്. സോ ഹോപ്പ് ദിസ് വാസ് ക്ലിയർ. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു ഓൾ ഓഫ് യു.